ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10:17. ഇസ്രയേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറി അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളെയും ദഹിപ്പിച്ച് കളയും. ഒരുപാട് ദിവസം എടുത്തല്ല ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. 5 ദിവസത്തെ ബൈബിൾ കൺവെൻഷൻ എടുത്തല്ല അന്ധന് കാഴ്ച നൽകിയത്. മണിക്കൂറുകൾ ഒരു സെക്കൻഡ് കൊണ്ടാണ് കർത്താവ് മനുഷ്യരെ തൊട്ടറിഞ്ഞുകൊണ്ട് കടന്നുപോയത്. നമ്മൾ ഈ മണിക്കൂറിൽ വിശ്വാസത്തിൻ്റെ ഒരു ശുശ്രൂഷ ചെയ്ത് കണ്ട് കടന്നു പോകുമ്പോഴാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ പ്രകാശം ഈ ഓഡിറ്റോറിയത്തിലും ഈ ആലയത്തിലും ഇതിൻ്റെ പരിസരത്തിലും 4 അതിരുകളെയും ചുംബിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതായത് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഇവിടെ ആയിരിക്കുന്ന ഇത് എവിടെ ഇരുന്ന് കേൾക്കുന്നോ, ഏത് സ്ഥലത്തിരുന്ന് കേൾക്കുന്നോ ആ ദൈവമക്കളോട് ഈ 3 കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നിധി പോലെ ജീവിതാവസാനം വരെ സൂക്ഷിക്കണം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അഭിഷേകത്തിലേക്ക് പ്രാപിച്ചിട്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. 1, യേശുവിന് പരിഹരിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുകയും അത് പ്രാപിക്കുകയും ചെയ്യണമെന്നാണ് കർത്താവിൻ്റെ മനസ്സ്. 2, യേശുവിന് സുഖപ്പെടുത്താൻ കഴിയാത്ത ഒരു രോഗവും നമ്മുടെ മനസ്സിനോ നമ്മുടെ ശരീരങ്ങളിലോ ഇല്ല. 3, യേശു ക്ഷമിക്കാത്തതായിട്ട് ഒരു പാപവും നമ്മുടെ ഹൃദയങ്ങളിലില്ല. ഇത് 3 നമ്മൾ പ്രാപിക്കണം. ഇത് 3 നമ്മുടെ അവകാശമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോയാണ് ഈ വിശ്വാസം കിട്ടാൻ വേണ്ടി. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം റോമാലേഖനം 4-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യമാണ്. ഒന്ന് കണ്ണടച്ച് കരവൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചേ. ലൂക്കാ 17:5 ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എൻ്റെ വിശ്വാസം അങ്ങ് വർദ്ധിപ്പിച്ചു തരണമേ. ഒരുപക്ഷെ ഇപ്പോൾ ഈ ആലയത്തിൽ ഈ ശുശ്രൂഷയ്ക്ക് ഇവിടെ ഇരിക്കുന്ന നിമിഷം വരെയും ഹൃദയത്തിലൊരു വിശ്വാസവും ഇല്ലായിരിക്കാം. യുക്തിവാദത്തിലോ നിരീശ്വരവാദങ്ങളിലൂടെയോ സഞ്ചരിച്ച് ജീവിതത്തിൽ കൈവിട്ടു പോയതായിരിക്കാം. ഒരുപാട് സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ അലയടിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ സാരമില്ല, വിശ്വാസം ഏറ്റവും വലിയ വരദാനമാണ്. അത് പരിശുദ്ധാത്മാവ് തരണം. അത് മനസ്സിലാക്കിയ അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച്, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കണ്ണുനടക്കി സഹോദര സഹോദരി, നിന്റെ ഹൃദയത്തിലേക്കൊന്നിറങ്ങാം. ഇനിയും ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിലേക്കൊന്നിറങ്ങും. ഈശോ പറഞ്ഞത് ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഒരു മനുഷ്യൻ ഏറ്റവും ദൂരം കുറഞ്ഞ യാത്രയും ഏറ്റവും ബുദ്ധിമുട്ടുള്ള യാത്രയും യാത്ര ചെയ്യാൻ ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള യാത്രയാണ്. ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. ഹൃദയത്തിൽ കരങ്ങൾ വെച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ലൂക്കാ 1:37 കർത്താവ് അരുളി ചെയ്തെങ്കിൽ എന്തുകൊണ്ട് പിന്നെ നമ്മുടെ ജീവിതത്തിൽ അത് സാധ്യമാകാതെ പോകുന്നൊരു ചോദ്യമുണ്ട്. അതിന് ലൂക്കാ 1:45 കടന്നു പോകണം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഭാഗ്യവാൻ. കേട്ടുകൊണ്ടിരുന്നവരോ കണ്ടുകൊണ്ടിരുന്നവരോ ധ്യാനം കൂടിക്കൊണ്ടിരുന്നവരല്ല. എന്നോട് അരുളി ചെയ്യുന്ന കർത്താവ് എന്നിൽ നിറവേറാം. യേശുവിൻ്റെ പ്രവചനം. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തും, പൂർണ്ണമായിട്ട് ഉയർത്തും. ജീവിതത്തിൽ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഹൃദയം ഒന്ന് തുറക്കും. ഇന്ന് വരെ ഹൃദയം തകർന്ന ഇവിടെ വന്നിരിക്കുന്ന സഹോദര സഹോദരി, നിന്റെ സകല പ്രതീക്ഷകളും കരമീരിച്ച് പിരിച്ചു പിടിച്ചോ. നിന്റെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. നിന്നെ വെറുതെ കർത്താവ് ഈ പന്തലിൽ നിന്നും ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഈ വിശുദ്ധ ആലയത്തിൽ നിന്ന് നിന്നെ പുറത്തേക്ക് വിടില്ല. നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ കടന്നു പോകാൻ പോയാ വിശ്വസിക്കുന്ന ഒരു നിർദ്ദേശം കിട്ടുന്നത് വരെ ചങ്ക തുറന്ന് ഒറ്റ വിളി വിളിച്ച് യേശുവേ
വിളിച്ചോ ഹൃദയം തുറന്ന് വിളിക്കട്ടെ. അടഞ്ഞ ഹൃദയങ്ങൾ വെളിപാട് 3:8 യെശയ്യാ 22:22 യെശയ്യാ 45:1-2-3 തുറക്കപ്പെടട്ടെ. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ. അടഞ്ഞ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. തകർന്ന ഹൃദയങ്ങൾ ബലം പ്രാപിക്കട്ടെ. തളർന്ന ഹൃദയങ്ങൾ ബലം പ്രാപിക്കട്ടെ. മുറിവേറ്റ മനസ്സുകൾ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഒറ്റ വിളിച്ച ഈശോ. വിളിച്ചോ കണ്ണുനീരോട് വിളിച്ചോ. നിർദ്ദേശം കിട്ടുന്നവരെ വിളിച്ചോ. ഹൃദയം തുറന്ന് വിളിച്ചോ. കർത്താവേ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരാധന. ഇടതുകരം ഉയർത്തിയിട്ട് വലതുകരം തുറന്ന് പിടിച്ച് അറിയാൻ വയ്യാത്തവർക്കൂടെ വേണ്ടി എല്ലാവരും ഹൃദയം തുറന്ന് സ്വരമുയർത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന അതിശക്തമായി നമ്മുടെ നിയോഗങ്ങൾ, നമ്മളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിലും കുടികൊള്ളുന്ന തിന്മയുടെ ശക്തികളെയൊക്കെ തകർത്ത് കളയാൻ വേണ്ടി സ്വരമുയർത്തി ഒരുമിച്ച് മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിൻ്റെ ക്രൂരഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരേണമേ. അങ്ങനെയാണല്ലോ തിരുസഭ തൻ്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ശക്തിയോട് ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതൻ്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ, 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 ആമേൻ. കുറേ കൂടെ ശക്തിയോടെ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കാരണം തകർന്നു വന്നിരിക്കുന്ന അനേകരുണ്ട്. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടിരിക്കുന്ന രോഗികളുണ്ട്. അങ്ങനെ നിരവധി തകർച്ചകളിലൂടെ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന മക്കളുണ്ട്. അങ്ങനെ നിരവധി വ്യക്തികളുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഏറ്റെടുക്കാൻ വേണ്ടി എല്ലാ തിന്മയുടെ മേൽ ആധിപത്യം പരിശുദ്ധ അമ്മ വഴി ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. തൻ്റെ പരിശുദ്ധിയാൽ ആലയം മുഴങ്ങണം. തൻ്റെ പരിശുദ്ധിയാൽ നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ ദൈവമാതാവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും സൃഷ്ടപ്രപഞ്ചത്തെയും വിശിഷ്യ ഈ ശുശ്രൂഷകളെയും ഈ ആലയത്തെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവിധ ദുഷ്ടപൈശാചിക ശക്തികളെ അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ, തകർത്ത് കളയണമേ, തകർത്ത് കളയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ചങ്കുപൊട്ടി ഒറ്റ വിളി വിളിച്ച് യേശുവേ. വിളിച്ചോ 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 വിളിച്ചോ. ഹൃദയം തുറന്ന് വിളിച്ചോ, ഹൃദയം തുറന്ന് വിളിച്ചോ. ആമേൻ. പരസ്പര ഈശോ മിശിഹായ്ക്ക് സ്തുതി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരല്പസമയം ഇരിക്കാം. എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ ഹല്ലേലൂയ പറയുമ്പോൾ നിങ്ങളിലേക്ക് അഭിഷേകം കടന്നു വരും. അതിൻ്റെ ഇരട്ടി ശക്തിയിൽ നിങ്ങൾ ഹല്ലേലൂയ പറയുമ്പോൾ എനിക്ക് അഭിഷേകം കിട്ടും. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വലത് കരമുയർത്തി 3 വെടിക്കെട്ട് ഹല്ലേലൂയ പറഞ്ഞേ.
ആ ആ ഏതാനും ചിലര് മറ്റുള്ളവരുടെ ശബ്ദത്തിൽ വാ തുറന്ന് കാണിക്കുന്നുണ്ട്. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല, ഏറ് മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. സ്തുതിക്കാൻ കൃപ ലഭിച്ചവര്, കൃപ ലഭിക്കാതിരിക്കുന്നവർക്ക് കൃപ ലഭിക്കാൻ വേണ്ടി കുറേ കൂടെ ശക്തിയോട് വലത് കരമുയർത്തി 3 വെടിക്കെട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കം വരുന്നവർ പറഞ്ഞേ. അസാധാരണ ശ്രദ്ധയുള്ളൊരു സമൂഹം. നല്ലൊരു കയ്യടി സ്വർഗത്തിന് കൊടുത്തേ. ഇങ്ങനെ അടിക്കരുത്, നല്ലൊരു കയ്യടി കൊടുത്തേ. ഉണരട്ടെ ഉണരട്ടെ ഉണരട്ടെ. നിങ്ങൾ ഇടയ്ക്ക് ശ്രദ്ധയുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ഇടുന്നതാണ് നമ്മളിങ്ങനെ. എൻ്റെ ഒരു ശൈലിയായിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ വലതുകരം ഉയർത്തി ഒരിക്കൽ കൂടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ജീവിതത്തിലെ ഒരു ആയുസ്സോളം ചില നൊമ്പരങ്ങളും കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച ഒരു പാവപ്പെട്ട മനുഷ്യനിലുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ 4 തലങ്ങളെക്കുറിച്ചാണ് ആത്മാവിൽ ഈ മണിക്കൂറിൽ നമ്മൾ ചിന്തിച്ച് കടന്നു പോകേണ്ടത്. ഈ 4 തലങ്ങളാണ് നമ്മളിലും വേരൂന്നി വളരേണ്ടത്. റോമാലേഖനം 4-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ 4 തലങ്ങളാണ്. ഒന്ന്, സകല പ്രതീക്ഷകളും അസ്തമിച്ചപ്പോഴും അബ്രഹാം പ്രത്യാശയോടെ ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. 2, സമൂഹത്തിലെ പലപ്പോഴും ദുർബലമായി തീരാൻ സാധ്യതയുണ്ടായിരുന്ന അബ്രഹാമിൻ്റെ വിശ്വാസം ദുർബലമാകാതെ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു എന്നാണ് പൗലോസ്ലിയായിലൂടെ പറയുന്നത്. 3, ഒരായുസോളം അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദാനത്തിൽ അബ്രഹാം വിശ്വസിച്ച് അബ്രഹാം വാഗ്ദാനം പ്രാപിച്ചു എന്നാണ്. 4, അബ്രഹാം ദൈവത്തിനെതിരെ ചിന്തയിൽ പോലും സംശയിക്കാതെ, ചിന്തയിൽ പോലും തള്ളിപ്പറയാതെ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ അബ്രഹാം കാത്തു സൂക്ഷിച്ച്. ഇത് 4 മനസ്സിലായവർ വലത് കരമുയർത്തി 3 വെടിക്കെട്ട് ഹല്ലേലൂയ പറഞ്ഞേ. അതായത് സാറായെയും കൂട്ടി ദൈവം പറഞ്ഞ വാക്കുകളിൽ മാത്രം വിശ്വസിച്ച് ആശ്രയിച്ചുകൊണ്ട് ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും ഭവനത്തെയും ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച അബ്രഹാം പിൻകാലത്ത് അതീവ സമ്പന്നനായി തീരുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ കാലയളവിൽ അബ്രഹാമിന് പ്രായമേറെയായപ്പോഴും അബ്രഹാം ഭൗതികമായ സമ്പത്തും ആത്മീയമായ സമ്പന്നനുമായി അബ്രഹാം തീർന്നുവെങ്കിലും അബ്രഹാമിനെ ഒരായുസോളം വേട്ടയാടിയത് അബ്രഹാമിൻ്റെ അവകാശിയായി മാറേണ്ട ഒരു പിൻതലമുറ അബ്രഹാമിനില്ലായിരുന്നു, ഒരു കുഞ്ഞ് എന്ന്. എന്നാൽ റോമാലേഖനത്തിലെ 4-ാം അധ്യായം 18-ാം വാക്യം പറയുകയാണ്, തൻ്റെ സന്തതി ഇപ്രകാരമായിരിക്കുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നിട്ടും അബ്രഹാം പ്രത്യാശയോടെ അവൻ വിശ്വസിച്ചു. ഒരു സാധ്യതയുമില്ല, പക്ഷേ അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഏക സാധ്യത ദൈവത്തിലുള്ള വിശ്വാസമായിരുന്നു. 2025 ഇന്ന് ഈ ആലയത്തിലേക്ക് കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിട്ടാണോ സഹോദര സഹോദരി നീ ഇവിടെ വന്നിരിക്കുന്നത്? എല്ലാ വാതിലുകളും നിന്റെ മുമ്പിൽ കൊട്ടിയടഞ്ഞിട്ടുണ്ടായിരിക്കാം. മനുഷ്യരുടെ മുമ്പിൽ കൈനീട്ടി നിന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റിട്ടായിരിക്കാം ഒരു പക്ഷേ നീ ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ നീ വിശ്വസിച്ചോ, നിന്റെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയാലും നിന്നെക്കുറിച്ചുള്ള നിന്റെ അപ്പൻ്റെ പ്രതീക്ഷയ്ക്ക് ഒരു തരി പോലും കോട്ടം തട്ടിയിട്ടില്ല എന്ന് നീ വിശ്വസിച്ചോ? ഈശോ പറഞ്ഞ് നീതിയെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് വരെ ചതഞ്ഞ ഞാങ്ങണ കെടുത്തുകയോ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയോ പുകഞ്ഞ തിരി കെടുത്തുകയോ ചെയ്യുകയില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ നീതിയായിരിക്കുന്ന സഹോദര സഹോദരി,
3 കാര്യം കർത്താവിൻ്റെ ആത്മാവിൽ ആരംഭത്തിൽ പറഞ്ഞത്. നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി വാ. യേശു ക്രിസ്തുവിന് പരിഹരിക്കാൻ കഴിയാത്തതായിട്ട് നിന്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് നീ വിശ്വസിക്കുകയും, വിശ്വാസം ഒരു ചോദ്യചിഹ്നമായി സമൂഹത്തിൽ നീ ഇങ്ങനെ നിൽക്കുമ്പോൾ നിന്റെ വിശ്വാസം പ്രത്യാശയുടെ കൂടി തന്നെ നീ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം. വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് കടന്നു ചെല്ലാനൊരിടവും സമീപിക്കാനൊരു വ്യക്തിയുമുണ്ടെന്ന് എപ്പോഴും ഉറപ്പുണ്ട്. സഹോദര, സഹോദരി, കർത്താവിനെ നീ വിശ്വസിക്കേ. നീ ഓർക്കുന്നില്ലേ, സാമുവേലിന്റെ അമ്മ സങ്കടപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ കുഞ്ഞില്ലാത്തതിനേക്കാൾ വലിയ വേദനയായിരുന്നു. കുഞ്ഞില്ലാത്തതിനെ ചൊല്ലി കൂടപ്പുറപ്പിൽ നിന്നും കിട്ടുന്ന പരിഹാസങ്ങളും നിന്ദനങ്ങളും വേദനകളും. ഉദാഹരണത്തിന്, ഇവിടെ വന്നിരുന്ന് എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, നിന്റെ ജീവിതത്തിൽ ചില തകർച്ചകളും ചില പരാജയങ്ങളും ചില കുറവുകളും നിങ്ങളുടെ ഹൃദയത്തെ മെതിക്കുന്നുവെങ്കിലും, നിങ്ങളുടെ താളം തെറ്റിക്കുന്നുവെങ്കിലും, അതിനേക്കാൾ വലിയ വേദനയായിരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും, നിങ്ങളുടെ സമൂഹത്തിൽ നിന്നും, നിങ്ങളുടെ ഏറ്റവും അടുത്ത മിത്രത്തിൽ നിന്നും കിട്ടുന്ന ചില പാഴ്വാക്കുകളിലൂടെ, ചില മുനവെച്ച സംസാരത്തിലൂടെ, ചില മാറ്റി നിർത്തലിലൂടെ, ചില അപകേളനകളിലൂടെ നീ എത്ര നാൾ അതിനെ ആദ്യത്തേതിനേക്കാൾ ഭയാനകമായിരിക്കാം ഒരുപക്ഷെ നിന്റെ വേദന. ചേർന്ന് പറ ഹല്ലേലൂയ. അങ്ങനെ ഒരു ദിവസം എൽക്കാനയുടെ മറ്റൊരു ഭാര്യയെ നിന്ന വാക്ക് കേട്ട് ഹന്നയ്ക്ക് സമാധാനം നഷ്ടപ്പെട്ടു. അവൾ കട്ടിലിൽ പോയി കമിഴ്ന്ന് കിടന്ന് കരയാണ്. ഭക്ഷണം കഴിക്കുന്നില്ല. തൻ്റെ ജീവിത പങ്കാളി ഭക്ഷണം കഴിക്കാനായിട്ട് വരുമ്പോൾ അന്നയെ കാണുന്നില്ല. ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ അന്ന ഏങ്ങലടിച്ച് കരയാ. എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തൊരു വാക്കുണ്ട്. എൽക്കാന എന്ന ഉത്തമനായ ഭർത്താവ് പറഞ്ഞൊരു വാക്ക്, അന്നേ നീ എന്തിനാ കരയുന്നത്? ഞാൻ നിനക്ക് 10 മക്കളേക്കാൾ തുല്യനല്ലേ? ഒരു ഭാര്യയ്ക്ക് ജീവിക്കാൻ, ഒരു ഭാര്യയ്ക്ക് മുമ്പോട്ട് പോകാൻ പിന്നെ എന്താ വേണ്ടത്? അന്ന ശക്തി പ്രാപിക്കുകയും പോയി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. അതായത് ജീവിതത്തിൽ ചില ഞെരുക്കങ്ങളുണ്ടെങ്കിൽ, ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വേദന ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ അലയടിക്കുന്നെങ്കിൽ, ഭർത്താവ് ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഞാനില്ലേ എന്ന് പറയുകയാണെങ്കിൽ കുറേയൊക്കെ അവളുടെ വേദനയൊന്ന് പരിഹരിക്കപ്പെടും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചേർത്ത് പിടിക്കേണ്ട വ്യക്തി ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ ചിലതിൽ. എൽക്കാനെ അങ്ങനെ ചേർത്ത് പിടിച്ചു, അന്നയെ ശക്തിപ്പെടുത്തി. അന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അന്നയ്ക്കൊരു കാര്യം മനസ്സിലായി. തൻ്റെ ഭർത്താവിന് മരണം വരെ ചേർത്ത് പിടിക്കുവാനും, തൻ്റെ ഭർത്താവിന് തൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ എന്തും കൊടുക്കാൻ തൻ്റെ ഭർത്താവിന് കഴിയും. എന്നാൽ ഒരു കുഞ്ഞിനെ നൽകാൻ തൻ്റെ ഭർത്താവിന് കഴിയുകയില്ല എന്ന് അന്ന അവിടെ വെച്ചൊരു തിരിച്ചറിവിലേക്ക് വരികയാണ്. അന്ന തിരിച്ചറിഞ്ഞ അന്ന ഭക്ഷണം കഴിച്ചിട്ട് നേരെ വിട്ടടിച്ച് പോയത് ദേവാലയത്തിലേക്കാണ്. ദേവാലയത്തിൻ്റെ അൾത്താരയുടെ മുമ്പിലേക്ക് വന്ന് നിന്നുകൊണ്ട് ഒന്ന് കരയാൻ പോലും പറ്റാത്ത ഹൃദയവേദനകൾ. ചില മനുഷ്യർക്കൊന്ന് അലമുറയിട്ടൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഒരാശ്വാസമായനം. ചിലരെ ചങ്കുപൊട്ടി വിലാപത്തോട് വിളിച്ചു പറഞ്ഞ് കരഞ്ഞ് തീർക്കാറുമുണ്ട്. ചില മനുഷ്യരെ അടിച്ചമർത്തി വെക്കും. അന്ന ദേവാലയത്തിലേക്ക് വന്നിട്ട് അൾത്താരയോട് ചേർന്ന് നിന്ന് ചുണ്ടുകൾ ഇങ്ങനെ കൂട്ടി അടിക്കുക. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. കണ്ണുനീര് തോരാത്ത മഴ പോലെ ഇങ്ങനെ പെയ്തിറങ്ങുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഏലി പുരോഹിതൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പുരോഹിതൻ പറഞ്ഞു, എത്ര നേരമായി നീ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പിച്ചും ഭ്രാന്തും പറയുന്നു, നിന്റെ ലഹരി അവസാനിപ്പിക്കുക. അവിടെയും എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു പുരോഹിതനും ഒരു വചനപ്രഘോഷകനും ഒരു കൗൺസിലേഴ്സിനും ലോകത്തിലെ ഒരു മനുഷ്യനും നമ്മുടെ ചില യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുകയില്ല. സഹോദര, സഹോദരി, നീ കരയുന്നത് എന്തിനു വേണ്ടിയാണെന്നോ, നിന്റെ ഹൃദയം നീറുന്നത് എന്തിനു വേണ്ടിയാണെന്നോ,
നീ പുകഞ്ഞു പുകഞ്ഞുരുങ്ങുന്നത് എന്തിനു വേണ്ടിയാണെന്നോ ഒരുവന് മാത്രമേ കഴിയത്തോള്, ഒരുവന് മാത്രമേ മനസ്സിലാകത്തോള്. നീ ഓടേണ്ടത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്കാ, നീ ഓടേണ്ടത് കാൽവരിയിലേക്കാ, നീ ഓടേണ്ടത് നിന്റെ കർത്താവിലേക്കാ. അവൾക്ക് മനസ്സിലായി. അവൾ കൈകൂപ്പി പറഞ്ഞ്, എന്നെ ഒരു അതപ്പതിച്ചവളായി കാണരുത്. എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ, എൻ്റെ വികാരങ്ങൾ, ഹൃദയവേദ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ പകരുകയാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വേദന അത്ര വലുതാണെങ്കിൽ അതിനേക്കാൾ വലിയ വേദനയാ സമൂഹത്തിൽ നിന്നും ഞാൻ അനുഭവിക്കുന്നത്. അപ്പോൾ ഏലി പുരോഹിതൻ ഒരു ആശീർവാദം കൊടുത്ത് ചങ്കുപൊട്ടി, അടുത്ത വർഷം ഇതുപോലെ സമയത്തിന് മുമ്പ് നിനക്കൊരു കുഞ്ഞിനെ ഞാൻ നൽകും. അവൾ ആമേൻ എന്ന് പറഞ്ഞു. അങ്ങനെ ജനിച്ച ഒരു മാണിക്യമാണ് സാമുവേൽ പ്രവാചകൻ. അത് എൽക്കാനയിൽ നിന്നുള്ള ഭർത്താവിൽ നിന്ന് സ്വീകരിച്ചതല്ല, അത് കർത്താവിൽ നിന്ന് സ്വീകരിച്ച പൈതല. ആ മകനെ കുറിച്ച് ചരിത്രത്തിൽ ഇടം തേടിയെന്നറിയോ? മരണം വരെ പാപത്തിന്റെ കറ പുരണ്ടിട്ടില്ല. മരണം വരെ പാപത്തിന്റെ കറ പുരണ്ടില്ല. മക്കളില്ലാത്ത സഹോദരി സഹോദരന്മാരെ, നീ ഇവിടെ വന്നിരുന്ന് ഇന്ന് കരയുകയാണെങ്കിൽ, നിനക്കൊരു കുഞ്ഞിനെ തരികയാണെങ്കിൽ, നീ ആ കുഞ്ഞിനെ നിന്റെ കർത്താവിന് അങ്ങോട്ട് കൊട്, നിന്റെ കർത്താവിന് കൊട്. പ്രതീക്ഷയ്ക്ക് ഒരു വകയും ഇല്ലായിരിക്കാം. ഒരു പക്ഷേ നിന്റെ ഗർഭപാത്രം അടഞ്ഞിരിക്കാം. ഒരു പക്ഷേ ഇപ്പോൾ മക്കളുള്ളവരെ മക്കളെ ചൊല്ലി വിലപിക്കുന്നവരായിരിക്കാം, മക്കളെ ചൊല്ലി ഉറക്കം കെട്ടുപോയവരായിരിക്കാം, മക്കളെ ഓർത്ത് മനസ്സിൻ്റെ താളം തെറ്റുന്നവരായിരിക്കാം. ചിലപ്പോഴെങ്കിലും മാതാപിതാക്കൾ ചിന്തിക്കുന്നുണ്ട്, ഈ കുഞ്ഞെനിക്ക് ജനിക്കാതിരുന്നാൽ മതിയായിരുന്നെന്ന് മക്കളുടെ വഴിവിട്ട ജീവിതത്തെ കണ്ടുകൊണ്ട്. അങ്ങനെ പറയല്ലേ അമ്മേ, അങ്ങനെ പറയല്ലേ. ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ മയക്കമരുന്നിൻ്റെ അടിമയാണെങ്കിലും, മദ്യത്തിൻ്റെ അടിമയാണെങ്കിലും, ജഡികഭാവത്തിൻ്റെ അടിമയാണെങ്കിലും, സാത്താൻ്റെ മടയിലാണെങ്കിലും, ആരാധിക്കുന്ന ഒരമ്മ, യേശുവിനെ സ്നേഹിക്കുന്ന ഒരപ്പൻ, കൈവിരിക്കുന്ന ഒരപ്പൻ, കണ്ണുനീര് പൊഴിക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ നിത്യ നരകത്തിലേക്ക് വിടാൻ സ്വർഗം അനുവദിക്കില്ല. ചേർന്ന് പറ ഹല്ലേലൂയ. അനേക സ്ത്രീകളുമായി ജഡിക പാപത്തിന്റെ പടുകുഴിയിൽ കടന്ന അഗസ്തീൻ എന്നൊരു ചെറുപ്പക്കാരനെ വിശുദ്ധരിൽ അതിവിശുദ്ധനാക്കാൻ ഒരമ്മയ്ക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചാൽ, നിങ്ങൾ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ചാൽ, നിങ്ങൾ കൈവിരിച്ചാൽ, നിങ്ങൾ നിത്യത ദർശിച്ചാൽ, നിങ്ങളുടെ കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് നിങ്ങളായിരിക്കുന്നിടത്ത് സ്വർഗത്ത് നിങ്ങളുടെ ദൈവം കൊണ്ടുപോയിരിക്കും. അതുകൊണ്ട് ബന്ധനം എത്ര ആയിക്കോട്ടെ, പൈശാചിക പീഡ അടിമത്തത്തിലായിക്കോട്ടെ, ഇതൊക്കെ തകർക്കാനാണ് യേശു ക്രിസ്തു വന്നത്. ചേർന്ന് പറ ഹല്ലേലൂയ. സർവശക്തിയോട് പറ ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 13-ാമത്തെ വാക്യം, കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും, നീ ആരുടെയും ആജ്ഞാവൃത്തി ആയിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രമിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടായിരിക്കുകയില്ല. ഇത് പറഞ്ഞത് കർത്താവാ. ഇതിൽ വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇന്ന് ഈ 2025 ഒരു വിശ്വാസി ഉണർന്നു കഴിഞ്ഞാൽ, ദൈവഭക്തനല്ല, പ്രാർത്ഥനാക്കാരല്ല, ശുശ്രൂഷകരല്ല, കർത്താവ് പറയുന്നത് ഒരു വിശ്വാസിയെയാണ്. ഒരു വിശ്വാസിയാണ്. ഒരു വിശ്വാസി ഉണർന്നു കഴിഞ്ഞാൽ ആ വിശ്വാസിയെ സാത്താൻ ഭയപ്പെടും. ആ വിശ്വാസിയാണ് പിന്നീട് യുഗാന്തിമരെയും സുവിശേഷമായി മാറുന്നത്. അബ്രഹാമിനെ പോലെ. അതായത് അവൻ സകനങ്ങളെല്ലാം ദൈവത്തെ പ്രതി മറ്റെല്ലാത്തിനെയും പ്രിയപ്പെട്ടവരെ മറികടന്നുകൊണ്ട് അവൻ പ്രത്യാശയോടെ, ദുരിതങ്ങൾ കാലാകാലങ്ങളോടെ കടന്നുപോയതുപോലെ ഈ വരുന്ന ആളുകളിലും ദുരിതങ്ങളും പട്ടിണികളും പകർച്ചവ്യാധികളും മഹാമാരികളും തലയ്ക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോഴും ഇതിൻ്റെ എല്ലാം മറികടന്നിട്ട് ഒരു വിശ്വാസി അതിൻ്റെ പുറത്ത് ചവിട്ടി നിന്നിട്ട് അപ്പനെ ആരാധിക്കും. വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടം അപകടത്തിൻ്റെ ഒരു കാലഘട്ടമാണ്.
2 കൊറിന്ത്യസ് 4:4 ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അനേക ദൈവ മക്കളുടെ ബുദ്ധിയെ അന്ധകാരമാക്കിയിരിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ മഹത്വമേറിയ ക്രിസ്തുവിൻ്റെ സുവിശേഷം അവർക്കാർക്കും ദൃശ്യമല്ലാതായി തീർന്നിരിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വലത് കരം ഉയർത്തി 3 വെടിക്കെട്ട് ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് നിലപാടായിരിക്കും. നിലപാടുള്ള വിശ്വാസി. എന്താ വിശ്വാസി? ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു എന്നൊരു നാമമല്ലാതെ, യേശു എന്നൊരു ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് നീ നിന്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മധ്യത്തിൽ തല ഉയർത്തി നിൽക്കണം. അവിടെയാണ് കർത്താവിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. യേശു ക്രിസ്തുവാണ് ഏക സത്യ ദൈവം. എല്ലാം ഒന്നാണല്ല, എല്ലാ ദൈവങ്ങളും ഒന്നല്ല, എല്ലാ വിശ്വാസവും ഒന്നല്ല. ഈ ഒന്ന് മാത്രമാണ് എല്ലാവർക്കും എല്ലാം. ഇത് കേട്ട പ്രിയപ്പെട്ടവരെ, എല്ലാ ദൈവവും ഒന്നായിരുന്നുവെങ്കിൽ യോഹന്നാൻ എണ്ണയ്ക്കകത്ത് കിടന്ന് തിളച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് പൊള്ളുന്ന സമയത്ത് യോഹന്നാനെ വിളിച്ചു പറയില്ലായിരുന്നു യേശു മാത്രമാണ് കർത്താവെന്ന്. ബർത്തലോമിയോയുടെ ശിരസിൽ നിന്നും തൊലി ഉരിഞ്ഞ് മാറ്റുന്ന സമയത്ത് ബർത്തലോമിയോ പാടില്ലായിരുന്നു യേശുവാണ് ഏക സത്യദൈവമെന്ന്. പത്രോസിനെ തലകീഴെ കുരിശിൽ തറച്ചു കൊല്ലുമ്പോഴും പത്രോസ് വിളിച്ചു പറഞ്ഞു യേശുവാണ്, സ്വർഗമാണ് ഞങ്ങൾക്ക് മതി എന്ന് വിളിച്ചു പറഞ്ഞു. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെ ഒരു യുക്തിവാദിയും നിരീശ്വരവാദിയും രാഷ്ട്രീയക്കാരനുമായ MM ലോറൻസിൻ്റെ വാക്കുകൾ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൽ മുഴങ്ങിക്കേട്ട് മരണത്തിൻ്റെ അവസാന നിമിഷത്തിൽ എനിക്ക് യേശുവിനെ വേണം, എനിക്ക് സ്വർഗ വേണം, എനിക്ക് യേശുവിനെ വേണം, എനിക്ക് സ്വർഗത്തെ വേണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ നിഴലിറങ്ങി വന്നിരിക്കുന്ന സമയത്ത് എല്ലാ യുക്തിവാദികളും ഭയത്തോടുകൂടി ബറയിലോടുകൂടി സ്വർഗത്തെ നോക്കിക്കൊണ്ട് വിലപിക്കും. അതുകൊണ്ട് യേശുവിനെ തള്ളിക്കളയാതെ ഓർത്തുകൊള്ളുക, മുറുകെ പിടിച്ചോളണം. വരും നാളുകളിൽ ആദിമസഭയിലുണ്ടായതുപോലെ കൊടും ഭീകരമായ മതപീഡനങ്ങളിലൂടെ വിശ്വാസികൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഇന്ന് 2 കന്യാസ്ത്രീകൾ ജയിലിലാണെങ്കിൽ നാളെ 40 കന്യാസ്ത്രീകൾ ജയിലിലാകും. നാളെ പച്ചയ്ക്ക് കത്തിക്കും. 2006, 2007 ഒറീസയിൽ 100ഓളം വിശ്വാസികളെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതുപോലെ വരും നാളുകളിൽ യഥാർത്ഥ ക്രിസ്ത്യാനികൾ ആരാണെന്ന്, ഒറിജിനൽ വിശ്വാസി ആരാണെന്ന് വിശ്വാസം കൊണ്ട് മാത്രമേ തെളിയിക്കാൻ കഴിയുള്ളൂ. ഒരു വിശ്വാസി ഉറ്റുനോക്കുന്നത് ഭൂമിയല്ല, സ്വർഗത്തെയാ. ചേർന്ന് പറ ഹല്ലേലൂയ. സർവശക്തിയോട് പറ ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 15 മുതലുള്ള വാക്യത്തിൽ രാജാവ് പറഞ്ഞു, ഞാൻ നിർമ്മിച്ചിരിക്കുന്ന ബിംബത്തെ നീ ആരാധിക്കുന്നോ അതോ മരിക്കുന്നോ? ശദ്രക്കും മെശക്കും അബേദ്നെഗോവും പറയാണ്, ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. ആ ദൈവം എരിയുന്ന തീച്ചുളയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 2ാമത്തെ പ്രഖ്യാപനമാണ്, ഇനി ആ ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ല എങ്കിൽ പോലും ഞങ്ങൾ ആ ദൈവത്തിന് വേണ്ടി മരിക്കാൻ റെഡിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 3 യുവാക്കളെ തീച്ചുളയിലോട്ട് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുചെന്ന വ്യക്തികളെ തീ വിഴുങ്ങി. 3 യുവാക്കളെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് 3 യുവാക്കൾ തീച്ചൂളയുടെ മധ്യത്തിൽ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ 4ാമതൊരുവൻ തീയുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് അവരോടൊപ്പം നൃത്തം ചെയ്തു. അങ്ങനെയെങ്കിൽ സഹനത്തിൻ്റെയും പീഡനത്തിൻ്റെയും ദുരിതങ്ങളുടെയും നടുവിൽ ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ആ സഹനത്തിൻ്റെ തീച്ചൂളയിൽ എന്നോടൊപ്പം ഒരു ദൈവം ഇറങ്ങി വന്ന് എന്നോടൊപ്പം സഹിക്കുകയും എന്നോടൊപ്പം ആരാധിക്കുകയും ചെയ്യും. ചേർന്ന് പറ ഹല്ലേലൂയ. സർവശക്തിയോട് പറ ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 3:27 പറയുക, അവരുടെ മുടി കരിയുകയോ വസ്ത്രത്തിൽ കേട് പറ്റുകയോ അവരുടെ തീയുടെ ഗന്ധം ഏൽക്കുകയോ ചെയ്തില്ല. രാജാവ് വിളിച്ചു പറഞ്ഞ്, 4ാമൻ ദൈവകുമാരനെ പോലിരിക്കുകയാണ്. അവരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം. ആ 3 യുവാക്കളുടെ വിശ്വാസം വഴി ഒരു രാജ്യത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ അവസാന കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റിയിൽ യഥാർത്ഥ വിശ്വാസികൾ ഉണരേണ്ടിയിരിക്കുന്നു. അപ്പം ഭക്ഷിക്കാൻ വേണ്ടിയുള്ള വിശ്വാസികളാകരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗാഗുൽത്തായിലായിക്കോട്ടെ,
ജെറുസലേമിലായിക്കോട്ടെ, അട്ടപ്പാടിയിലായിക്കോട്ടെ, മൗണ്ട് കാർമലിലായിക്കോട്ടെ, കൊട്ടിയം കമ്പിവിളയിലായിക്കോട്ടെ, ദിവസങ്ങളോളം ആഴ്ചകളോളം ആയിരങ്ങളും ലക്ഷങ്ങളും കൂടിക്കോ, ദൈവത്തിന് മനസ്സാ. എന്നാൽ സ്വർഗം എഴുന്നേറ്റ് എന്ന് കൈയടിക്കുന്നത് അപ്പമാവുന്ന രോഗസൗഖ്യത്തിന്, അപ്പമാവുന്ന ഭൗതികതയ്ക്ക് അപ്പുറത്ത് സ്വർഗത്ത് പോകാൻ വേണ്ടി, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾ ഉണരേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഭൗതികതയ്ക്ക് വേണ്ടിയാണെങ്കിൽ അത് മറന്നിട്ട് ഇവിടെ വെച്ച് ഇന്നത്തെ ബലിയർപ്പണത്തിലൂടെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു പോകണം, എനിക്ക് സ്വർഗം മതി, ദൈവം മതി എന്ന്. അങ്ങനെ അപ്പനെ സ്വന്തമാക്കിയാൽ അപ്പം ഫ്രീ ആയിട്ട് പരിശുദ്ധൻ തരും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി 3 വെടിക്കെട്ടല്ലേ പറഞ്ഞേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകരെ ധ്യാനിക്കുന്നുണ്ട്. 100 ചില്ലുവാനം ധ്യാന കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് മനുഷ്യര് സുവിശേഷം കേൾക്കാൻ പോകുന്നുവെങ്കിലും ഉടമ്പടി എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. എടുക്കണം. ഉടമ്പടി എടുക്കുന്നതും എല്ലാം എന്തിനു വേണ്ടിയെന്നറിയോ? അപ്പത്തിന് വേണ്ടിയാ. നശ്വരമായ അപ്പത്തിന് വേണ്ടിയാ, അനശ്വരമായ അപ്പത്തിന് വേണ്ടിയല്ല. നിങ്ങൾ എന്നോട് പിണങ്ങിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ സുവിശേഷമാണ് കോവിഡിന് ശേഷം പറയുന്നത്. ചേർന്ന് പറ ഹല്ലേലൂയ. OAT കിട്ടണം, വീട് മേടിക്കണം, വിവാഹ തടസ്സം മാറണം, കുഞ്ഞുങ്ങൾ ജനിക്കണം. ഇതൊന്നിനും ദൈവം എതിരല്ല. ഇതൊന്നിനും ദൈവം എതിരല്ല. നിങ്ങൾ ആരെങ്കിലും കടയിൽ പോയി ദോശയോ അപ്പമോ മേടിച്ചിട്ട് സാമ്പാർ കാശ് കൊടുത്ത് മേടിക്കാറുണ്ടോ? പറ, ഉണ്ടോ? ഇല്ലെങ്കിൽ ഓർത്തുകൊള്ളു, അപ്പനെ സ്വന്തമാക്കിയാൽ അപ്പം ഫ്രീയാ. നമ്മൾ ഫ്രീ കാശ് കൊടുത്ത് മേടിക്കാൻ നടക്കുന്നവരാ. അപ്പം വേണ്ട, അപ്പനെ വേണ്ട, അപ്പം മതി. അപ്പനായ ദൈവത്തെ വേണ്ട, നിത്യജീവൻ തരുന്ന അപ്പനെ വേണ്ട, രോഗസൗഖ്യമാകുന്ന, കടഭാരം മാറ്റുന്ന, വീട് വെച്ച് തരുന്ന അപ്പം മതി. ചേർന്ന് പറ ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാം, അപ്പനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ചേർന്ന് പറ ഹല്ലേലൂയ. സർവശക്തിയോട് പറഞ്ഞ ഹല്ലേലൂയ. ഇടിമുഴക്കം പോലെ പറഞ്ഞ ഹല്ലേലൂയ. എബ്രായർ 10:36 ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറ്റി അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. റോമ 8:31 ഇതിനെക്കുറിച്ച് എന്താണ് നാം പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ചേർന്ന് പറ ഹല്ലേലൂയ. സർവശക്തിയോട് പറ ഹല്ലേലൂയ. സങ്കീർത്തനം 56:9 മുതൽ 11 വരെ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ, ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും. മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ചേർന്ന് പറ ഹല്ലേലൂയ. വലത് കരം ഉയർത്തി 3 വെടിക്കെട്ടലരി പറഞ്ഞേ. ശ്രദ്ധിക്കണേ. KL 48S 2480 വണ്ടി അവിടുന്ന് മാറ്റി പാർക്ക് ചെയ്യാനായിട്ട് ഒരു അറിയിപ്പ് കിട്ടി. KL 48S 2480 വണ്ടി അവിടുന്ന് മാറ്റി പാർക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ചേർന്ന് പറഞ്ഞ വലത് കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ? നമ്മൾ അപ്പൻ്റെ മക്കളായി മാറണം, നമ്മൾ അപ്പൻ്റെ മക്കളായി തീരണം. എന്നിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി കൈ വിരിച്ച് നീ പ്രാർത്ഥിച്ചാൽ ഹബക്കൂക്ക് 1:5 ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാനിതാ ചെയ്യാൻ പോകുന്നു. യേശുക്രിസ്തു കേരളത്തിൽ മാത്രം പ്രഘോഷിക്കപ്പെടേണ്ട ഒരു സബ്ജക്റ്റ് അല്ല. യേശുക്രിസ്തു വടക്കേ ഇന്ത്യയിൽ മാത്രം പ്രഘോഷിക്കപ്പെടേണ്ട ഒരു വിഷയമല്ല.
യേശു ക്രിസ്തു പറഞ്ഞ സന്ദേശം ഇതാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. അവിടെ പ്രഘോഷിക്കപ്പെടാൻ പോകുമ്പോൾ അവിടെ മുട്ടയും പാലും തരുമെന്നല്ല പറഞ്ഞത്. അവിടെ ചിലപ്പോൾ പീഡനമായിരിക്കാം, ചിലപ്പോൾ രക്തസാക്ഷിയാകാൻ ഭാഗ്യം ലഭിച്ചാൽ അത് കൃപയ്ക്കുമേൽ കൃപയാ, വിളിക്കുമേൽ വിളിയാ, അത് ലഭിച്ചാലേ കിട്ടത്തോള്. നിന്റെ ശരീരത്തിൽ ഒരടി ഏറ്റു വാങ്ങണമെങ്കിൽ അത് കർത്താവ് അനുവദിച്ചാലേ നടക്കത്തോള്. ചേർന്ന് പറ ഹല്ലേലൂയ. 2010 ഡിസംബർ 12 കുവൈറ്റിൽ വെച്ച് കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ ബിജു തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ ജീവിക്കാനായിട്ട് വിദേശത്തേക്ക് പോയി. അവിടെ ജോലിയിലേക്ക് പ്രവേശിച്ചു. ഉത്തമ വിശ്വാസിയായ, കർത്താവിൻ്റെ വചനത്തെ ഒരുപാട് സ്നേഹിച്ച നേഴ്സായ സുഷ എന്ന് പറയുന്ന ഈ പെൺകുട്ടി കർത്താവിനെ ആരാധിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ്. തൻ്റെ എല്ലാമായ ബിജു മരിച്ച് വെള്ള തുണിയിട്ട് മൂടി കട്ടേക്കുന്നൊരു സ്വപ്നം. ദുർസ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന സമയത്താണ് സെക്കൻഡ് വിട്ട് സെക്കൻഡ് വെല്ലടിക്കുന്നു. കണ്ട സ്വപ്നവും കേട്ട വാർത്തയും അതിഭയാനകമായതുകൊണ്ട് മക്കളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, താൻ എന്താണോ കണ്ടത് അത് നിറവേറപ്പെട്ടിരിക്കുന്നു. വെള്ള തുണിയിട്ട് ഭർത്താവായ ബിജു മരിച്ചു എന്നുറപ്പിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞു. ഡോക്ടർ ഹസൻ അതിലെ നടന്നു പോകുന്നു. രണ്ടാമതൊന്നും ചിന്തിക്കാതെ ആ ആശുപത്രിയുടെ മുമ്പിൽ മുട്ടുകുത്തി കൈ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് അല്ല മുറയിട്ട് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലാസറിനെ ഉയർപ്പിച്ച എൻ്റെ യേശുവേ, എൻ്റെ ബിജുവിനെ നീ എനിക്ക് തിരികെ തരണമേ. ഒരു നിമിഷമല്ല, കുറച്ചു നേരമല്ല, ശബ്ദം പ്രപഞ്ചം പ്രകമ്പനം കൊള്ളുന്ന വിധത്തിൽ കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നു. കരം രണ്ടും സ്വർഗത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നു. ആശുപത്രിയിലും പരിസരത്തിലും ഉണ്ടായിരുന്ന നൂറുകണക്ക് വ്യക്തികൾ ചുറ്റും കൂടി. വളരെ അങ്ങോട്ട് മറഞ്ഞുപോയ ഡോക്ടർ ഹസൻ തിരിച്ചു വരുന്നു. അങ്ങനെ അവളുടെ അരികിലേക്ക് വരുന്ന സമയത്ത് ആർക്കും അവളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല, ആരെയും അവൾ ശ്രദ്ധിക്കുന്നില്ല. ഇന്നലെ വരെയും മക്കളെ കളിപ്പിച്ച് ചങ്കിനോട് ചാരിക്കടന്ന തൻ്റെ ജീവിത പങ്കാളി ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ മണ്ണോട് മണ്ണടിയുമെന്നല്ലോ എന്ന ചിന്തകൾ നിലവിളിയായി മാറി. അവൾ ആത്മാവിൽ കണ്ടത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജെറീക്കോ പട്ടണത്തിൻ്റെ ജനത്തിൻ്റെ ഇടയിലൂടെ യേശു കടന്നു പോകുമ്പോൾ പ്രപഞ്ചം പ്രകമ്പനം കൊള്ളുന്ന വിധത്തിൽ നിർത്താതെ ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്ന് വിളിച്ചപ്പോൾ ബർത്തമിയോസിൻ്റെ വിളിയെ സ്പർശിച്ച യേശു, കാഴ്ച കൊടുത്ത യേശുവിനെ അവൾ കണ്ടു. മാർത്തായുടെയും മറിയത്തിൻ്റെയും കണ്ണുനീരിൻ്റെ മുമ്പിൽ ലാസറിനെ തിരികെ കൊടുത്ത യേശുവിനെ വിശ്വാസത്തിൻ്റെ അകം കണ്ണ് തുറന്നുകൊണ്ട് അവൾ വിളിച്ചുകൊണ്ടിരുന്നു. ഏറെ സമയം കഴിഞ്ഞ് ബോഡി മോർച്ചറിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് പോകുന്ന സമയത്ത് മോർച്ചറി മോർച്ചറിയിൽ കൊണ്ടുപോയ ഒരു വ്യക്തി ആ മുഖം ഒരിക്കൽ കൂടെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വൈറ്റ് തുണി മുഖത്ത് നിന്നും മാറ്റിയ സമയത്ത് അദ്ദേഹം ഭയന്നു പോയി. മരിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ ബിജുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകുവാൻ തുടങ്ങുന്നു. 2010 ഡിസംബർ മാസം 12 വന്ന മലയാളം മനോരമ പേപ്പറിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നു: മരിച്ചു എന്നുറപ്പിച്ചു വെള്ള പുതപ്പിച്ച ബിജുവിൻ്റെ ശരീരം മോർച്ചറിയിലേക്ക് നീക്കി. പാതി വഴിയിൽ ഒരിറ്റ് കണ്ണുനീർ അവരിൽ ഒരാൾ കണ്ട് മരിച്ചയാൾ കരയുകയാണോ എന്ന തലക്കെട്ടിലൂടെയാണ് അത് അവസാനിക്കുന്നത്. തീർന്നില്ല. പ്രിയ ദൈവജനമേ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ചേർന്ന് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡോക്ടർ ഹസൻ ശരീരം ഏറ്റുവാങ്ങി ഐസിയുലേക്ക് മാറ്റി. വൈദ്യ പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചു 5% ജീവൻ ഉണ്ട്. 95% കോമയിലാണ്. ഒരു സർജറി ചെയ്യാം, പക്ഷേ പ്രതിഫലമൊന്നുമില്ല. അങ്ങനെ ആ സർജറിയിലൂടെ നിശ്ചലമായി തളർന്നുപോയി. മെഡിക്കൽ സയൻസ് ഒരുപോലെ സ്ഥിരീകരിച്ചു
ഇനി ഒരിക്കലും ഈ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുകയില്ല. അമേരിക്കയിലെ പ്രശസ്ത ഡോക്ടർമാർക്ക് റിപ്പോർട്ട് അയച്ചു കൊടുത്തു. അവരെല്ലാവരും ഒരുപോലെ തിരിച്ചയച്ചു, സഹോദരങ്ങളോട് പറ നല്ലൊരു മരണം കിട്ടാൻ വേണ്ടി. എന്നാൽ റോമ 4-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു, 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്ന് സാറായുടെ ഉദരം വന്ധ്യമാണെന്ന് അറിഞ്ഞിരിക്കുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. ഡോക്ടർമാർ പറഞ്ഞു ഇനി എഴുന്നേൽക്കില്ല. അമേരിക്കയിലെ പ്രശസ്ത ഡോക്ടർമാർ പറഞ്ഞു ഇനി എഴുന്നേൽക്കില്ല. ചുറ്റും കൂടി എന്നവർ പറഞ്ഞു ഇനി എഴുന്നേൽക്കില്ല. എന്നാൽ സുഷ എന്ന് പറയുന്ന നേഴ്സ് പെൺകുട്ടിയുടെ വിശ്വാസം ദുർബലമാകാതെ, വിശ്വാസമില്ലാത്ത രാജ്യത്തിൽ, വിശ്വാസമില്ലാത്ത ജനതകളുടെ ഇടയിൽ അവൾ ഉറക്കെ പ്രഖ്യാപിച്ച് ഒരു വിശ്വാസിയായി മാറിയിട്ട് 5% ജീവനോടുകൂടി എൻ്റെ ഭർത്താവിനെ തിരികെ തന്ന എൻ്റെ കർത്താവ് ആയുസ്സോടുകൂടി തിരികെ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുകയും 10 ദിവസത്തിന് ശേഷം അവൾ ജോലി ചെയ്ത അമരി ഹോസ്പിറ്റലിലേക്ക് ശരീരം മാറ്റി 56 ദിവസം മലയാള മനോരമ പേപ്പറിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു, പ്രാർത്ഥന, കണ്ണുനീര്, ഉപവാസം. പ്രാർത്ഥന, കണ്ണുനീര്, ഉപവാസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 116:10 ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് അവർ പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ച്. യാക്കോബ് 1-ാം അധ്യായത്തിൽ പറയുന്നു, സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കുവാൻ. സംശയ മനസ്കനും ചഞ്ചല പ്രകൃതവുമായ ഒരുവന് കർത്താവിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുക പോലും ചെയ്യരുത്. അങ്ങനെ 56 ദിവസം അവൾ ജോലി ചെയ്ത ആശുപത്രിയിലേക്ക് ശരീരം മാറ്റി. ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുന്ന, കാത് കേൾക്കാൻ പറ്റുന്ന, ശ്വാസം മാത്രമുള്ള, വാഴപ്പിണ്ടി പോലെ വെട്ടിയിട്ടതുപോലെ കിടക്കുന്ന ജീവിത പങ്കാളിയുടെ കാതിൻ്റെ അരികിൽ വന്ന് വചനം വായിച്ച് കേൾപ്പിച്ചു. വിശ്വാസത്തിൻ്റെ വചനം പറഞ്ഞു. അവളിങ്ങനെ ആരാധിക്കാൻ തുടങ്ങി. ആരാധിച്ച് 56-ാം ദിവസം ഇങ്ങനെ കൂട്ടിച്ചേർത്ത്, ബിജു ചേട്ടാ നമ്മുടെ ഇളയ മകനെ രോഗനെ സ്കൂളിലാക്കി കേട്ടോ, സ്കൂളിലാക്കി. എല്ലാവരും ചേട്ടനെ അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ ആ മുറിക്കകത്തേക്ക് എസെക്കിയേൽ 37-ാം അധ്യായം 1 മുതൽ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് ചർമ്മം പൊതിഞ്ഞ്, മാംസം പൊതിഞ്ഞ്, ജീവൻ പ്രവേശിച്ച് അസ്ഥികൾ പ്രവചിച്ചതുപോലെ ഈ മനുഷ്യൻ്റെ തളർന്നു കിടന്ന കാല് മുതൽ ഉള്ളംകാല് മുതൽ ഉച്ചി വരെ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ കടന്നുപോയി ചാടി എഴുന്നേറ്റ് പടി ഇറങ്ങി വന്ന ചിത്രമാണ് 2010 ഡിസംബർ മാസം 12-ാം തീയതി ഭാര്യ ഭർത്താവിൻ്റെ ഫോട്ടോ സഹിതം മലയാളം മനോരമ പ്രസിദ്ധീകരിച്ചത്. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്ത ദൈവജനമേ, ചേർന്ന് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എബ്രായർ 10:35 അതിനാൽ പറയുന്നു, നിങ്ങളുടെ ആത്മധൈര്യം നശിപ്പിച്ചു കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. സഹനത്തിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നവരെ, ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്നവരെ, സമൂഹവും പ്രിയപ്പെട്ടവരും വിശ്വാസത്തെ ദുർബലമാക്കിയിട്ട് ഇവിടെ വന്നിരിക്കുന്നവരെ, വീണ്ടും ആ ദുർബലമായ വിശ്വാസത്തെ ഉറപ്പുള്ള വിശ്വാസമാക്കി മാറ്റ്. അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്ന. ചേർന്ന് പറ ഹല്ലേലൂയാ, സർവശക്തിയോട് പറ ഹല്ലേലൂയാ. എബ്രായർ 10-ാം അധ്യായം 38-39 എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ചേർന്ന് പറ ഹല്ലേലൂയാ, സർവശക്തിയോട് പറ ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ സഹനങ്ങളെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, സഭയുടെ ഉന്നമതിക്ക് വേണ്ടി കാഴ്ചവെക്കണം. 1 പത്രോസ് 4:14 ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ചേർന്ന് പറ ഹല്ലേലൂയാ. നമുക്ക് എഴുന്നേറ്റ് ഒരു നിമിഷം ഒന്ന് ആ വിശ്വാസം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ. എഴുന്നേറ്റും
ചാടി എഴുന്നേര്, സമയമില്ല. എനിക്ക് കറക്റ്റ് 11:30 നിർത്തണം. നമ്മൾ രണ്ടാമത്തെ മേഖലയിൽ നിൽക്കുകയാണ്. ദുർബലമാകാത്ത വിശ്വാസത്തിലേക്ക് പ്രവേശിച്ചു. കരവൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാൽ അത് അപ്പം കിട്ടാൻ വേണ്ടി ആകരുത്. ഒരു വലിയ സമൂഹമായിരുന്നു യേശുവിൻ്റെ പിറകെ നടന്നത്. അത് അപ്പം ഭക്ഷിക്കാൻ വേണ്ടിയാണ്. രുചിയുള്ള അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് അപ്പത്തിന് വേണ്ടി ജനം തടിച്ചുകൂടി. കർത്താവ് നോക്കുമ്പോൾ അപ്പം കിട്ടി നരകത്ത് പോകാൻ പോയാണ് അവർ. കർത്താവ് വിളിച്ചു പറഞ്ഞ്, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന അനശ്വരമായ നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. കുറേ പേര് വിട്ടടിച്ചു പോയി. കുറേ പേര്, വളരെ ചുരുങ്ങിയ പേര് മാത്രമേ അത് ദർശിച്ചോളൂ. നമുക്ക് അപ്പനെ പ്രാപിക്കണം. വരുന്ന നാളുകളിൽ സഹനത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും പരാജയത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടം വരുമ്പോൾ അവിടെ അതിനെ മറികടക്കുന്നൊരു വിശ്വാസം വേണം. രണ്ട് കരങ്ങൾ ഉയർത്ത്. ഇപ്പോൾ നിങ്ങൾ ഭൗതികതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പോലും വേണ്ട. നിങ്ങൾ യേശുവിൻ്റെ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഭൗതികതയുടെ കെട്ടഴിയും. ആത്മീയ മേഖലകളുടെ കെട്ടഴിഞ്ഞാൽ ഭൗതിക മേഖലകളുടെ കെട്ടഴിയും. ഈ ആത്മീയ രഹസ്യം മനസ്സിലാക്കിക്കോ. ആത്മീയതയുടെ കെട്ടഴിയാതെ ഭൗതികതയുടെ കെട്ടുപൊട്ടില്ല. ആത്മീയ മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് ചരിക്കുമ്പോൾ ഭൗതിക മണ്ഡലങ്ങളിൽ അത് തുറക്കപ്പെടുന്നതാണ്. ഭൗതിക മണ്ഡലങ്ങൾ, ഫിലിപ്പിയർ 4:19, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നാണ്. അത് യേശു ക്രിസ്തുവിനെ കൂടാതെയല്ല, യേശു ക്രിസ്തുവിലൂടെ സമസ്തം നൽകും. യേശു ക്രിസ്തുവിലൂടെ, സ്വപുത്രനിലൂടെ എല്ലാം നൽകും. രണ്ട് കരം ഉയർത്ത്. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയെല്ലാം സ്വർഗത്ത് വെച്ച് കണ്ടുമുട്ടണം. ആ ഒരു വിശ്വാസമാണ്. സ്വർഗത്ത് വെച്ച് ജോലിക്ക് വേണ്ടി ആകരുത് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി രണ്ട് കരങ്ങൾ ഉയർത്തി 2-3 മിനിറ്റ് ശബ്ദം പോയാൽ പോകട്ടെ എന്ന് വിചാരിച്ച് ഒറ്റ വിളിച്ച് യേശുവേ വിളിച്ചോ. ഹൃദയം തുറന്ന് വിളിച്ചോ. ഇടിമുഴക്കം പോലെ വിളിച്ചോ. ആരാധന. ഒറ്റ വിളിച്ച യേശുവേ. അഴിയട്ടെ. യെശയ്യാ 45:1-3, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പച്ചളവാതിലുകൾ താർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും. കർത്താവായ യേശുവിന്റെ നാമത്തിൽ രോഗപീഠകൾ, ക്യാൻസറുകൾ, ബ്ലഡ് ക്യാൻസറുകൾ, ട്യൂമറുകൾ സുഖപ്പെടട്ടെ. അടഞ്ഞ ഗർഭപാത്രങ്ങൾ തുറക്കപ്പെടട്ടെ. അടുത്ത വർഷം ഇതുപോലെ സമയത്തിന് മുമ്പ് ധാരാളം മക്കള് ഈ ആലയത്തിലായിരിക്കുന്നവർക്ക് ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റ വിളിച്ച യേശുവേ. ആമേൻ. ഇരിക്കാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഭയങ്കര ദൈവിക ഇടപെടൽ കേട്ടോ. ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഇന്ന് കുർബാനയിലൊക്കെ പ്രാർത്ഥിച്ചോ. ചിലർ വിദേശത്തേക്ക് തിരിച്ച് ചെല്ലുന്നതിന് മുമ്പ് അവിടെ അത്ഭുതം നടക്കും. ഞാൻ മെസ്സേജ് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മെസ്സേജ് ഒന്നും ഒരുപാട് പറയാറുമില്ല. എനിക്കധികം മെസ്സേജ് കിട്ടാറുമില്ല. എനിക്ക് ആകെയുള്ള ഒന്നാണ് വിശ്വാസം. എൻ്റെ ജീവിതത്തിൽ വിശ്വാസമാണ് ഉള്ളത്. അതുവഴി പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്ത കരം ഉയർത്തി 3 വെടിക്കെട്ടല്ലേ പറഞ്ഞേ. മൂന്നാമതാണ് ദുർബലമാകാത്ത വിശ്വാസം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. വിശ്വാസമുള്ളൊരു വ്യക്തിക്ക് എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാൻ കൃപ ലഭിക്കും. എപ്പോഴും ആശ്രയിക്കാനുള്ള കൃപ ലഭിക്കും. ആ വ്യക്തിക്ക് ഉള്ളിൽ എപ്പോഴും ഉറപ്പിക്കും, അവർ കടന്നു ചെല്ലാൻ എനിക്കൊരിടവും സമീപിക്കാൻ എനിക്കൊരു വ്യക്തിയുമുണ്ട്. അത് ഈ ഭൂമിയിലുള്ള വ്യക്തിയല്ല, സ്വർഗത്തിലും ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. 2 കൊറിന്ത്യർ
1-ാം അധ്യായം 8ഉം 9ഉം തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: സഹോദരരെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരണഭയമുണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായി ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. മാത്രമല്ല, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ചേർന്ന് പറ ഹല്ലേലൂയ. ഇതാരാ പറഞ്ഞതെന്നറിയണം? ഇത് പറഞ്ഞത് പൗലോസാ. 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യരെ എനിക്കറിയാമെന്ന് പറയുകയും 14 ലേഖനം എഴുതുകയും ലോകത്തെ തലകീഴെ വചനം കൊണ്ട് മറിക്കുകയും ചെയ്ത ഒരു അപ്പോസ്തലൻ പറയാണ്, ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. നമ്മുടെ ബാങ്ക് ബാലൻസിൽ ആശ്രയിക്കുന്നത്, നമ്മുടെ മക്കളിൽ ശരണപ്പെടുന്നത്, നമ്മുടെ ജീവിത പങ്കാളിയിൽ പ്രത്യാശ വെക്കുന്നത്, നമ്മുടെ ഡിഗ്രിയിൽ മതിമറക്കുന്നത് ഒരു കെണിയാ. ചേർന്ന് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിച്ച് സങ്കീർത്തനം 107:19, അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ദുരിതങ്ങളിൽ നിന്നും അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സർവശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഒരു അനുഭവം പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസിൻ്റെ ദിനത്തിലെ HIV ബാധിച്ച് 4th സ്റ്റേജിലെത്തിയ മരണഭയം നിറഞ്ഞ ഒരു സഹോദരിയെ കാണാൻ ഞാനും എൻ്റെ ഒരു സ്നേഹിതനും കൂടെ കടന്നു ചെന്നു. അന്നൊക്കെ ഈ HIV ബാധിച്ചവരുടെ അടുത്തേക്കൊന്നും ആരും പോകില്ല. ഇന്നങ്ങനെയല്ല. വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ സുവിശേഷ പ്രഘോഷകനല്ല. അങ്ങനെ കടന്നു ചെല്ലുമ്പം ഭർത്താവും ഇളയ കുട്ടിയും എയ്ഡ്സ് ബാധിച്ചു മരിച്ചു. മൂത്ത കുട്ടിക്ക് HIV ഇല്ല. മരണഭീതിയിൽ ആണ്ടുപോയ ഈ സഹോദരിയെ അടുത്ത് അന്ന് വിശ്വാസം കൊണ്ടൊരു കാര്യം പറഞ്ഞു, ചേച്ചി കുഞ്ഞിനെ ഓർത്ത് ചേച്ചി ഭാരപ്പെടേണ്ട, കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം, ചേച്ചി മരിക്കുന്നത് വരെയും കുഞ്ഞ് ചേച്ചിയുടെ കൂടെ ആയിരുന്നോട്ടെ, കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ ചേച്ചിക്ക് വിശ്വാസം കൊടുക്കുകയും ചേച്ചീനെ 1-2 ധ്യാനം കൂടാനായിട്ട് ഇതുപോലെ വിട്ടു. ചേച്ചി വചനം കേട്ട് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. അന്ന് കൊച്ച് 2-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചേച്ചി ദൈവത്തിൽ വിശ്വസിക്കുവാനും ദുർബലമായ മനസ്സ് ശക്തി പ്രാപിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഞാൻ ഈ അൾത്താരയിൽ നിന്ന് പറയട്ടെ, 2025 ചേച്ചിയുടെ ശരീരത്തിലെ HIV എന്ന മാരക രോഗം 90% മാറി. മകളുടെ കൂടെ ഇപ്പോഴും ചേച്ചി കർത്താവിനെ ആരാധിക്കുക. പുറപ്പാട് 23:25 പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങളുടെ ഇടയിൽ നിന്നും രോഗങ്ങൾ നിർമാർജനം ചെയ്യപ്പെടും. വന്ധ്യതയോ ഗർഭഛിദ്രമോ ഉണ്ടായിരിക്കുകയില്ല. നിന്റെ ശത്രുവിനെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്ക് ദീർഘായുസ് നൽകും. 139-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ 16-ാം വാക്യം, എൻ്റെ ദിനങ്ങൾ അവിടുത്തെ പുസ്തകത്തിൽ കുറിച്ചു വച്ചിരിക്കുന്നു. കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു മകൻ 2025 ഒരു മകള് ഇന്ന് എഴുന്നേറ്റാൽ രോഗം മാരകമാണെങ്കിലും മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടതാണെങ്കിലും ലോകം എഴുതിത്തള്ളിയ ദുരിതത്തിലാണെങ്കിലും നിന്റെ ജീവൻ ഒന്നും സംഭവിക്കില്ല. ആ ആയുസ് തികച്ചട്ടെ ദൈവം നിന്നെ ഇവിടുന്ന് എടുക്കുകയുള്ളൂ. കാരണം നിന്റെ ദൈവാരാധനയും നിന്റെ വിശ്വാസവും നിന്റെ ദൈവാശ്രയത്വവും ദൈവത്തിനും ഈ ഭൂമിക്കും ആവശ്യമാണ്. ചേർന്ന് പറ ഹല്ലേലൂയ. സർവശക്തിയോട് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ മേഖലയാണ്, അവൻ
വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. ആരെക്കുറിച്ചാ? അബ്രഹാമിനെ കുറിച്ചാണ്. നമ്മൾ ഈ മണിക്കൂറിൽ ധ്യാനിച്ച് കടന്നു പോകുന്നത് റോമ 4 അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ അവൻ ചിന്തിച്ചില്ല. ഞാൻ രണ്ടൊന്ന് അബ്രഹാമിനെ കുറിച്ച് രണ്ടൊന്ന് മെയിൻ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്ന് ആരാധിച്ച് നിർത്തുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെക്കാൾ അധികം നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ നിങ്ങളുടെ ജോലിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊന്നും പ്രാധാന്യം കൊടുക്കരുതും. അത് വിഗ്രഹമാണ്, അത് തകരും. യേശുവിനേക്കാൾ അപ്പുറത്തൊന്നിനും ഒരു പ്രാധാന്യം കൊടുക്കരുതേ. അത് കൊടുത്തതിൻ്റെ ദുരിതമാണ് ഇന്ന് അനേകരിൽ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അബ്രഹാം ദൈവത്തിൽ മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അബ്രഹാമിനെ സാറാ എന്ന് വിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോയ കാലഘട്ടത്തിലെ ഭാര്യ ഭർത്ത ബന്ധത്തിൽ അബ്രഹാമിന് കുറച്ച് സങ്കടം വന്നു. ആ സങ്കടത്തിൻ്റെ ഇടയിൽ അബ്രഹാം പറഞ്ഞു കാണണം, സാറാ, നമുക്കൊരു കുഞ്ഞില്ലല്ലോ. ഈ നല്ല സ്നേഹിക്കുന്ന ഭാര്യ ഭർത്ത ബന്ധമാണെങ്കിൽ ഭർത്താവിൻ്റെ വിഷമം ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ജീവൻ പണയം വെച്ച് എന്തും ചെയ്തു കൊടുക്കും. അങ്ങനെ സാറ ഭർത്താവിനെ ആശ്വസിപ്പിക്കാൻ കണ്ടെത്തിയ ഒരു മാർഗമാണ് ദാസിയെ കൊടുത്തു. ചേട്ടാ, എനിക്കൊരു ഐഡിയ വരുന്നത്, ദാസിക്കൊരു കുഞ്ഞ് ലഭിച്ചാൽ നമ്മുടെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് വ്യഭിചാരം ചെയ്യാൻ സാറ ദാസിയെ കൊടുക്കുകയാണ്. അങ്ങനെ ദാസി ഗർഭിണിയാന്ന് കണ്ട സമയത്ത് സാറ കയർത്ത് സംസാരിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ഒരു അല്പസമയമുള്ളൂ. സാറ വയലൻ്റായാണ്. ആ സമയത്ത് അബ്രഹാം എന്തുകൊണ്ടാണ് സാറായോട് കയർത്ത് സംസാരിച്ചില്ല? ഞാനും നിങ്ങളുമാണെങ്കിൽ പറഞ്ഞാൽ മര്യാദയ്ക്ക് ഇരുന്നോളണം, നിന്റെ വാക്ക് കേട്ടത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലെത്തിയത്. എന്നാൽ അബ്രഹാം മിണ്ടിയില്ല. അബ്രഹാം ദൈവത്തിലേക്ക് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ദൈവത്തേക്കാൾ പ്രാധാന്യം ഒരു കുഞ്ഞിന് വേണ്ടിയും സാറായേക്കും കരുതി. അങ്ങനെ സാറായുടെ മുമ്പിൽ അബ്രഹാം നിശബ്ദമായി കടന്നുപോയിട്ട് ഒരായുസോളം ദൈവത്തിന് മുമ്പിൽ കരഞ്ഞു. അങ്ങനെ ആദ്യം ക്രമം തെറ്റി ജനിച്ചൊരു മകൻ ഇസ്മേൽ വഴി ലോകത്തിലുണ്ടായ ദുരന്തം ഇപ്പോഴും പറഞ്ഞറിയിക്കാനുള്ളതല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അബ്രഹാം പിന്നീട് ചെയ്ത തെറ്റിനെ ഓർത്ത് ഒരായുസോളം പശ്ചാത്തപിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാണ് വിശ്വാസത്താൽ. അങ്ങനെയാണ് 100ാമത്തെ വയസ്സിൽ പ്രത്യാശയോടെ കാത്തിരുന്ന് വീണ്ടും വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണമെങ്കിൽ വിശ്വാസം ദുർബലമായി പോയിരിക്കണം, തളർന്നു പോയിരിക്കണം. അതാണ് വീണ്ടും ശക്തി പ്രാപിച്ചത്. അബ്രഹാം ശക്തി പ്രാപിച്ചു വന്നിട്ട് ഇസഹാക്ക് എന്ന മകൻ ജനിച്ചു. ഇനി ശ്രദ്ധിച്ച് കേട്ടോ. ഇസഹാക്ക് ജനിച്ച് സ്നേഹിച്ച് കൊഞ്ചിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇടിവെട്ട് പോലെ അടുത്ത വാക്ക് വരുന്നത്. അബ്രഹാം, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകനെ കൊണ്ടുപോയി മോറിയ മലയിൽ എനിക്ക് വേണ്ടി 3 ദിവസത്തെ യാത്ര ചെയ്ത് ബലിയർപ്പിക്കുക. ഇനി എന്നെ നോക്കണേ, അബ്രഹാം സാറായോട് പറഞ്ഞില്ല. കാരണം എന്താ? മുമ്പൊരിക്കൽ തൻ്റെ സങ്കടം തുറന്നു പറഞ്ഞതിൻ്റെ ദുരിതം അബ്രഹാം മനസ്സിലാക്കി. ഒരിക്കൽ പറ്റിയ ഒരു വീഴ്ചയിലൂടെ വലിയൊരു പാഠം അബ്രഹാം പഠിച്ച് പിന്നീട് അബ്രഹാം വാ തുറന്ന് പറഞ്ഞില്ല. ദൈവമക്കൾ എല്ലാ കാര്യവും എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കരുതും, പങ്കാളിയോടും. അത് കെണിയാം. അബ്രഹാം കൊണ്ടുപോയി, പ്രിയപ്പെട്ടവരെ, 3 ദിവസത്തെ യാത്ര ചെയ്ത് മോറിയ മലയുടെ താഴെ ഇങ്ങനെ നിൽക്കുമ്പോൾ അടുത്തൊരു ചോദ്യം ഇടിവെട്ട് പോലെ വരിക മകനിൽ നിന്നും. പിതാവേ, വിറകൊണ്ട് തീയുണ്ട് വെലിക്കുള്ള കുഞ്ഞാട് എവിടെയാ? ഇത് ചോദിക്കുന്നത് കൈക്കുഞ്ഞല്ല. ഇതിനു മുമ്പും അബ്രഹാമിനോടൊപ്പം മകൻ ഇസഹാക്ക് ബലിയർപ്പിക്കാൻ പോയി കാണണം. മുമ്പ് കുഞ്ഞാടുമുണ്ടായിരുന്നു, ബലിവസ്തു ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കുഞ്ഞാടില്ല. അപ്പോൾ താൻ തന്നെയാണോ എന്നുള്ള അബ്രഹാം പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ, ദൈവം തരും, ദൈവം തരും. ചങ്ക് പൊട്ടി മകനെയും കൊണ്ട് ഒരു സൈഡിലൂടെ മല കയറുന്ന സമയത്ത് അബ്രഹാം കാണാത്തൊരു കാര്യം ദൈവം കണ്ട് മറു സൈഡിലൂടെ അബ്രഹാമിനോടൊപ്പം ഒരു കുഞ്ഞാടിനെയും കൊണ്ട് അതേ മല കയറിയ ഒരു സർവശക്തനായ ദൈവമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഹൃദയഭാരങ്ങളുമായി, നിങ്ങളുടെ സഹനങ്ങളുമായി, നിങ്ങളുടെ കണ്ണുനീരുമായി നടക്കാൻ ശേഷിയുള്ളിടത്തോളം കാലം ഓരോ പ്രഭാതത്തിലും പരിശുദ്ധ ബലിയർപ്പണത്തിന് വേണ്ടി നിങ്ങൾ അൾത്താരയുടെ മുമ്പിലേക്ക് വരുമ്പോൾ മറു സൈഡിൽ നിങ്ങളോടൊപ്പം പരിശുദ്ധ മറിയം കുഞ്ഞാടായ യേശുവിനുമായി നിങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ വന്നിരിക്കും. ചേർന്ന് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചുരുക്കി പറയാം, 3 മിനിറ്റ് കൊണ്ട് ശ്രദ്ധിച്ചോ. മുകളിലേക്ക് കയറി
ബലിവസ്തുക്കളെല്ലാം റെഡിയാക്കി വെച്ച് അബ്രഹാം മകനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു കാണണം, മോനെ നീ കുതറി ഓടരുതും, നീ ബഹളം വെക്കരുതും. മോൻ എന്നോട് ചോദിച്ചില്ലേ ബലിവസ്തു എവിടെയെന്ന്, കുഞ്ഞാട് എവിടെയെന്ന്? ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം. ചങ്ക് പൊട്ടിപ്പോകും പ്രിയപ്പെട്ടവരെ. ഒരു അപ്പൻ്റെ ഒരു അമ്മയുടെ ഹൃദയം എന്താണെന്നറിയാമോ? ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു കാണണം. അപ്പൻ പിതാവായ ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ട് മാത്രം ഇറങ്ങി തിരിച്ചൊരു കാലഘട്ടമുണ്ട് മോനെ. ആ കാലഘട്ടത്തിലെല്ലാം നിന്റെ അപ്പൻ്റെ സ്വരം, പിതാവായ അപ്പൻ്റെ സ്വരം കേട്ട് ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല. ആ സ്വരം കേൾക്കാതിരുന്ന സമയങ്ങളിലെല്ലാം തെറ്റുപറ്റി. ഒരിക്കൽ അവിടെ അമ്മയുടെ മുമ്പിൽ തെറ്റുപറ്റി, ദാസിയെ പ്രാപിച്ചു. ഇപ്പോൾ തെറ്റുപറ്റാതിരിക്കാൻ ഒരു സ്വരം ഞാൻ കേട്ടു. മോൻ ചോദിച്ച് ബലിവസ്തു എവിടെ, കുഞ്ഞാട് എവിടെയെന്ന് ചോദിച്ചില്ലേ? മകൻ തന്നെയാണ് ആ കുഞ്ഞാടെന്ന് ഇസഹാക്കിനോട് പറഞ്ഞു കാണും. ഇസഹാക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചങ്ക് പൊട്ടി നിലവിളിച്ചിട്ട് പറഞ്ഞു കാണണം, അപ്പോൾ ആ അമ്മേനെ ഒന്ന് ചുംബിക്കാൻ എന്തുകൊണ്ട് എന്നെ അനുവദിച്ചില്ല? ഒന്ന് എനിക്ക് യാത്ര പറയാമായിരുന്നല്ലോ, ഞാൻ അപ്പനെ സ്നേഹിച്ച് കൊതി തീർന്നില്ല, ജീവിക്കാൻ കൊതി തോന്നുന്നു പറഞ്ഞുകൊണ്ട് അപ്പനും മകനും കൂടെ കെട്ടിപ്പിടിച്ച് ചങ്ക് പൊട്ടി കരഞ്ഞു കാണും. ആ കരച്ചിലിൻ്റെ ഒടുവിലായിരിക്കണം ഒരു നിശബ്ദത ഇങ്ങനെ വന്നത്. ആ നിശബ്ദതയുടെ ഒടുവിൽ ചങ്ക് വിരിച്ചിട്ട് ഇസഹാക്ക് പറഞ്ഞു കാണണം, അപ്പാ ഞാൻ റെഡിയാ, അപ്പൻ എന്നെ ബലി കഴിച്ചോ, ഞാൻ റെഡിയാ. അപ്പന് തെറ്റുപറ്റില്ലെന്ന് എനിക്കറിയാം. ഇനി അപ്പന് തെറ്റുപറ്റിയാലും അപ്പനോട് പറഞ്ഞ ദൈവത്തിനുണ്ടല്ലോ, ആ അപ്പന് തെറ്റുപറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേറി കിടന്നു കൊടുത്ത് കാണും ബലിപീഠത്തിൽ. അതുകൊണ്ടായിരിക്കണം പിൻകാലത്തും ഇനി യുഗാന്ത്യം വരെയും അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവമെന്ന് ലോകം വിളിച്ചു പറഞ്ഞത്. വേദനയുണ്ടാവും വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പം, ചങ്ക് പൊട്ടും വിശ്വാസം ദുർബലമാകുമ്പം, ചിന്താമണ്ഡലങ്ങൾ കുഴയും വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ. പക്ഷെ ഓടി വന്ന ബലിപീഠത്തിൽ ഇസഹാക്ക് കെട്ടിപ്പിടിച്ചതുപോലെ കെട്ടിപ്പിടിച്ചിട്ട്, ദൈവമേ എനിക്ക് പറ്റുന്നില്ല ഈ സഹനം കടന്നു പോകാൻ, എനിക്ക് പറ്റുന്നില്ല ഈ മാനസിക പിരിമുറുക്കത്തെ അതിജീവിക്കാൻ, എന്നാൽ ഇതാ ഞാൻ തരുന്നു, നിനക്ക് തെറ്റുപറ്റില്ല. മക്കളില്ലാത്ത ദമ്പതികളെ, നിങ്ങൾ മക്കൾക്ക് വേണ്ടിയല്ല, നിങ്ങൾ ഓർക്കണം, എൽക്കാന അന്നയും രൂപപ്പെടണം. ഒരു പുരുഷൻ എൽക്കാനെ പോലാകണം. കുഞ്ഞിനേക്കാളധികം ഭാര്യയെ സ്നേഹിക്കണം. എനിക്കും മക്കളില്ല, 10 വർഷമായിട്ട് ചങ്കുറപ്പോട് പറയുന്നതാ. എൻ്റെ ഭാര്യ ഇപ്പോൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളേക്കാൾ അപ്പുറത്താണ് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം. മക്കളേക്കാൾ അപ്പുറത്താണ് ഭാര്യ ഭർത്ത ബന്ധം. പിന്നീടാണ് മക്കൾ വന്നത്. മക്കൾ ജീവിതത്തിലൊരു കടമയാണ്, ഒരു ഘടകമാണ്. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് ദൈവവുമായിട്ടുള്ള ബന്ധം. 2 കരങ്ങൾ ഉയർത്തിക്കും. ഇപ്പം ഇത് വിശ്വസിച്ച് ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. കർത്താവ്, എനിക്ക് നിന്നെ മാത്രം മതി. യേശു, എനിക്ക് നിന്നെ മാത്രം മതി. അപ്പനായ ദൈവത്തെ വേണം. അപ്പൻ തന്നിരിക്കും. മക്കളെ, നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇതിൻ്റെ പുറത്തോട്ടിറങ്ങുമ്പോൾ റിസൾട്ട് അറിയും. ഭൗതികതയ്ക്ക് വേണ്ടി അപ്പനെ സ്വന്തമാക്കരുത്, സ്വർഗത്തിന് വേണ്ടി യേശുവിനെ സ്വന്തമാക്കണം.